मिस्टर सुरेश, आप बिजी हो? തിരക്കിലാണോ ഹേ? അല്ലേ ഹേ? പറഞ്ഞോ ടി വി. ഈ ആന വരൂ. ഒരെണ്ണം കൂടി വെച്ചാലോ? വേണ്ട കുട്ടി, ആനയുടെ കൂടെ ഓടാനില്ലതാ മതി. ആന വരുമെന്നാ ഹറേ. ആന വന്നാലും വന്നില്ലെങ്കിലും അഭിനയിക്കും. ആനയുടെ ഇമ്പാക്ട് ഇടും. ഹലോ, आना वरूले हाथी आना लेट होगा यो हाथी लेटा आना लेटा अरे हाथी और आना दोनों लेट होगा കിഴക്കേ മണ്ഡപത്തിലേക്ക് നോക്കി കൈകൂപ്പി നിൽക്കുക. ഷാർങ്ങകത്തെ രാജാവായി നാഹർ കിഴക്കേ മണ്ഡപത്തിൽ നിന്നും നടന്നു വരണം. പുഷ്പാങ്കതനായി നമ്മളെ സ്വന്തം സാംസൺ ടിവിയും പേശാലനായി നമ്മളെ ബ്രോക്കർ ഷമീറും സ്വപ്നത്തിൽ കണ്ട സുന്ദരിയെ തിരഞ്ഞ് ആളുകളുടെ ഇടയിലൂടെ നടക്കണം. സ്വപ്നത്തിൽ കണ്ട സുന്ദരി ഇന്ന് വരാതിരിക്കില്ല. സുരേഷ, ആനയുടെ കാര്യം എന്തായി? സാംസങ് കമ്പനിയുടെ ഒരു മൊബൈൽ ഫോൺ ഭഗവതി, എത്ര നേരമായി കാത്തുക്കുന്നു? ആന വരാനുള്ള സമയല്ലേ? ആന ഓർത്തു हाथी वरू हाथीयोட एंट्री टाइम आइछना विसिल மட்டும் போடு. ഓക്കെ. വൈകി വന്ന ജൂര് രാഷ്ട്രീയകളെല്ലാം ആ മണ്ഡപത്തിലേക്ക് കയറി നിൽക്കണേ. ആന വരുമ്പോ നമ്മള് സുരേഷൻ വിസിലടിക്കും. സാംസണാണ് ആദ്യം ആനെ കാണേണ്ടത്. ആന ഒന്ന് ചിഹ്നം വിളിക്കും. പേടിക്കൊന്നും വേണ്ടാട്ടാ, ആന ഒന്നും ചെയ്യൂല. ആരും ബഹളം വെക്കരുത്. ആന വന്നിട്ടില്ല. എന്റെ അച്ഛനതാ കുടിച്ച് തരുന്നു. എന്റെ നാഹരേ, അച്ഛനെ കൊണ്ട് നാളെ വരുന്ന ഞാൻ കാത്തിരുന്നിട്ട് നീ നാളെ കളിക്കാൻ വരുന്നല്ലടാ. കൈമ കിട്ടട്ടെ, ഞാൻ കാത്തിരിക്കാൻ ആന വരണ്ടിരിക്കുവല്ലേ, സൂക്ഷിക്കണ്ടേ. നാളെ കഴിഞ്ഞ് മംഗലാപുരം പോയി ഓപ്പറേഷൻ ചെയ്തേക്കാം. ബാക്കി കസം കാത്തോ. There is no elephant in the room. There is a Elizabeth in the room. സദാരാമ, സദാരാമ, അമ്പിളി, ആ കള്ളുകൂടിയ കാമവാലിന്റെ അടുത്ത് കഥ എത്ര കാലം ഉണ്ടാവും? അത് വേഗം തീരും. സദാരാമ ഒരാണിന്റെ വേഷം കെട്ടിയിട്ട് കാമബാലിന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് കുന്തള രാജ്യത്തെത്തും. അവിടെ പ്രതാപവർമ്മ മഹാരാജാവിന്റെ മോളുണ്ട് പത്മാവതി. അവരെ കല്യാണം കഴിയുന്ന ദിവസം ഒരു ഗന്ധർവം വന്നിട്ട് ഭർത്താക്കന്മാരെ കൊല്ലും. ആൺവേഷം കെട്ടിയ സദാരാമ പത്മാവതിനെ കല്യാണം കഴിച്ചിട്ട് പത്മാവതിയുടെ മുറിയിൽ കയറും. അപ്പൊ ഒരു ഗന്ധർവന്റെ റോള് ബാക്കിയുണ്ടല്ലേ? ഗന്ധർവനല്ല അച്ഛാ, അത് നിങ്ങൾക്ക് പറഞ്ഞു വന്നോളൂ. സുരേഷ, നിന്നെ സഹിക്കാം, അതിപ്പോ വേറെ വഴിയില്ലല്ലോ. പക്ഷെ ആ നാഹര ക്യാരക്ടർ അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് മാറും. നാഹര ക്യാരക്ടർ നല്ല ക്യാരക്ടറല്ലേ? ഷാർങ്ങഹസ്തനും കാമബാലനും ആന്ധ്ര മാറ്റുന്നത്. ആ ഷമീറിന്റെ ക്യാരക്ടറാണ് മാറ്റുന്നത്. ഷമീറിന് വല്ല മന്ത്രിയോ വജ്രാശയനോ കൊടുത്താൽ പോരെ. എന്റെ പൊന്നെം ടി, മനുഷ്യനോട് സമാധാനം എന്താ? നീ മന്ത്രിയോ രാജാവോ എന്തെങ്കിലും ആവും കേട്ടാ. നാഹര ക്യാരക്ടർ മാറ്റാൻ നമുക്ക് അറിയായിട്ടൊന്നല്ല, വെറുതെ ഒരു ജാതി പ്രശ്നമാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. നല്ല ഇരുട്ടടി കൊടുക്കാന്ന് വേണ്ടത് മല മൈല നാഹർക്ക്. അയാൾ ഒറ്റ ഒരുത്തിന്റെ മുടിഞ്ഞ കുടി കാരണാന്ന്
നിങ്ങൾ അച്ഛൻ നയിച്ചിരി നാടകം ഡിസ്കഷൻ കമ്പൈൻഡ് സ്റ്റഡീസ് എന്നെല്ലാം പറഞ്ഞിട്ട് ദിവസം അണ്ടിത്തോട്ടത്തിലിരുന്ന് വെള്ളം കുടിച്ചിട്ട് തേരാപാര നടന്നു. തടം കയറിയിട്ടാകുമ്പോൾ ഓ മുങ്ങി. ഈ വീട്ടിൽ നല്ല ആമ്പിള്ളേരുണ്ടെങ്കിൽ നക്ഷത്രം എണ്ണുന്ന രീതിയിൽ ഇരുട്ടടി കൊടുക്കാന്ന് വേണ്ടത്. അൾട്ടിമേറ്റ് സർജിക്കൽ സ്ട്രൈക്ക് വിത്ത് നോ മിസ്റ്റേക്ക്. പറ്റോ? നിനക്ക് പറ്റോ? എനക്ക് പറ്റും. നിങ്ങൾ ആണുങ്ങല്ലല്ല. എം ടിക്ക് പറ്റുമോ? അതിന് ഞാനീ വീട്ടിലല്ലല്ല. പറ്റുമെങ്കിൽ നിങ്ങൾ വജ്രാശയനല്ല, ഗന്ധർവനാണ് ഗന്ധർവൻ. ആ അതോടെ സുരേഷ. പിന്നെ ഗന്ധർവനല്ലേ മെയിൻ. കുന്തള രാജ്യത്തെ രാജാവിന്റെ മോള് പത്മാവതിയുടെ ഭർത്താക്കന്മാരാ. ആദ്യ രാത്രിയിൽ കിടപ്പറയിൽ ചെന്ന് കൊല്ലുന്ന ഗന്ധർവൻ. വെറുതെ താടിയിട്ടിളക്കിയിട്ട് വികാരഭരിതനായിട്ട് ഡയലോഗ് വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ആ നാഹര അടി നിർത്താൻ പറ്റുവാ? അത് പറ. ഐ ക്യാൻ ട്രൈ. നാഹർ അടി നിർത്തണമെങ്കിൽ നമ്മ അടി തുടങ്ങേണ്ടി വരും. എന്നാ ബാക്കി സീൻ വായിക്കല്ലേ? ഈ പുഷ്പാങ്കദൻ ജനസമ്മതനായ രാജാവാണല്ലോ. സദാരാമയെ കല്യാണം കഴിക്കുന്നതോടുകൂടി അവളുടെ രാജ്യം കൂടി അയാൾക്കാവും. അങ്ങനെ കാഷായ വസ്ത്രധാരികള് അതെനിക്ക് നന്നായിട്ട് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത അച്ഛാ. നാടകം കളിക്കണ്ട ഞാൻ പറഞ്ഞിട്ടേ. നീ പറഞ്ഞ ഞാൻ കേൾക്കോ? അച്ഛ വെറുതെ നാടകം കളിക്കാൻ നിൽക്കണ്ട. അച്ഛനാവും ഞാൻ നോക്കൂല പിടിച്ചു. നീ എന്റെ താടി കത്തിച്ചോളിയായിരിക്കും. ആണെങ്കിൽ താടി പോയിട്ടൊരു ബീഡിയെങ്കിലും നിനക്ക് കത്തിക്കാൻ പറ്റിയാ? എന്റെ മോൻ ഒരു പാവായത് കൊണ്ടാണ് നിങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. ഇത് പറയാനാ നിങ്ങൾ കുടുംബസമേതം ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇതാരോ ഒരു പുതിയ ക്യാരക്ടർ. സുരേഷ, നീ പറഞ്ഞിട്ട് വന്നതാ? അല്ലപ്പാ. അല്ലേ? അപ്പൊ പുതിയ ഗന്ധർവനായിരിക്കുമോ? എന്റെ എക്കണോമിക്സ് മാഷാന്ന് അച്ഛാ അത്. അച്ഛനും കൂട്ടിയിട്ട് ക്ലാസ് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അച്ഛനില്ലാത്ത കുട്ടിയാന്ന് പറഞ്ഞാൽ പോരായിരുന്നാ? ഓടെ എക്കണോമിക്സ് പുസ്തകത്തിന് നിങ്ങളെ സദാരാമ നിങ്ങളോട് പറഞ്ഞ ഓളെ നാടകത്തിൽ തിലോത്തമയാക്കാന്ന്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നോട് പത്മാവതിയുടെ വേഷം പഠിക്കാനല്ലേ മോളെ പറഞ്ഞേ? അതെ അതെ. പത്മാവതിയുടെ റോള് നല്ല റോളാണ്. ഗന്ധർവൻ വന്നിട്ട് കല്യാണം മറക്കുന്ന രാജകുമാരി. ഞാനാ ഗന്ധർവൻ. അല്ല, അത് ഉറപ്പിക്കാനായിട്ടില്ല. ആദ്യം സ്വന്തം മോളെ കല്യാണം ഉറപ്പിക്കും, എന്നിട്ട് മതി ഗന്ധർവൻ. ആദ്യം ഇയാൾ ഇവിടെ എക്കണോമിക്സ് പഠിച്ചു പാസ്സാക്കട്ടെ, അതിനുശേഷം നമുക്ക് കല്യാണത്തിന്റെ കാര്യം നോക്കാം. സുരേഷ, നീ ഒറ്റ ഒരുത്തരം ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്നുട്ടോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പട്ടിണിക്കഞ്ഞി. കൂടെ അത്ര കണ്ടല്ലോ. എന്താ നിങ്ങൾ വരുന്നില്ലേ? ആ ഞാനും വരുന്നു. വീടില്ല കുരിപ്പ്. ആ സാംസനെ കണ്ടൊന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞേട്ടാ. സുരേഷ, എം ടി ആന്ന് ഗന്ധർവന് ഉറപ്പിച്ചുവാ? ഇല്ല, ഞാനങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. കാരണം കേരളത്തിലെ ഗന്ധർവന് താടി മുളക്കില്ല. അത് കറക്റ്റ്. നാഹരേ, ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ KSBC 3016 പയ്യന്നൂർ. ബർക്കാടി ലെമൺ സിട്രസ് റം 1. ഇനി അടിച്ചാൽ ഇനിയും അടിക്കും, അടിച്ച് കണ്ണ് പൊട്ടിക്കും. എന്നിട്ട് അച്ഛൻ തിരിച്ചടിച്ചിട്ട് എന്റെ തലയല്ലേ ആദ്യം പോയി അണ്ടിക്കൊമ്പിൽ അടിച്ചത്, അപ്പൊ തിരിച്ചടിക്കേണ്ടത് അണ്ടിക്കൊമ്പല്ലേ. ഏതായാലും കിട്ടേണ്ടത് കിട്ടി.
മുട്ടേണ്ടത് മുട്ടിയെന്ന് പറ പ്രമീളെ. എത്ര കാലായി ഞാൻ പറയുന്നു ഇഡലിയുടെ തകരാറല്ല. നിങ്ങൾ അടികാരണ രുചിയില്ലായിട്ടല്ലേ? ഇപ്പൊ മനസ്സിലായാ? അതെ അതെ, അന്നേ നിർത്തേണ്ടതായിരുന്നു. അപ്പൊ അച്ഛനെ അടിക്കൂലേ? ഏയ്, ഞാൻ അടിക്കാനൊന്നും പോകുന്നില്ല. ഇനി നാടകമാണ് ജീവിതം. നാഹർ സാബ് ഹേ. ക്യാ ചായേ? കണ്ണോപ്പറേഷൻ ചെയ്യിക്കാണ്ട് വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞ അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കി. മാതാജിനെ ഘർ സെ നിക്കാൽ ദിയ. ഞാൻ നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാക്കില്ല. എനിക്ക് രാവിലെ ഒരു 12 ഇഡ്ഡലി തന്നാൽ മതി. ഗർഭാപ്പസിയുടെ ടൈം ആകുമ്പോൾ ഞാൻ പോയിക്കോളാം. ദാറ്റ് ഐ പ്രോമിസ്. പിന്നെ പോകുന്ന നേരത്ത് സാംസ പോകല്ലേ, പർദേശി പർദേശി ജാനാനായി എന്ന് പറയാണ്ടിരുന്നാൽ മതി. അയ്യോ വേണ്ട, അടി വേണ്ട, അടി വേണ്ട, അടി വേണ്ട. എന്തിനാ പേടിക്കണ? ഭയങ്കര അടിയായിരുന്നു. ആരാ അടിച്ചാ? ഞാൻ. നിങ്ങളാണോ നിങ്ങളടിച്ചേ? നിങ്ങളടിച്ച ആരാന്ന് മനസ്സിലാക്കണ്ടേ? ഞാനൊരു തൂവാല വിൽപ്പനക്കാരനാണ്. എന്റെ ഭാര്യ ഉണ്ടാക്കിയ തൂവാലാണ്. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കി. ജീവിക്കാൻ വേണ്ടിയാണ് തൂവാല തുന്നുന്നത്. ഇത്രയും ഭംഗിയുള്ള തൂവാല ഉണ്ടാക്കണമെങ്കിൽ നിന്റെ ഭാര്യ അതീവ സുന്ദരിയായിരിക്കണം. എവിടെ അവൾ? നിന്റെ ഭാര്യ? അവൾ വിവാഹിതയാണോ? കാമബാല, എനിക്ക് കാമപാലനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. പുഷ്പാങ്കദനെ നമുക്ക് കടലിൽ അയച്ചാ പോരെ? പ്രതിശ്രുത വധുവിന് 30 ദിവസത്തെ വ്രതം, ഭാരതീ സൗധത്തിൽ താമസം. പിന്നെ ഈ കാമപാലന്റെ കൊട്ടാരത്തിൽ ഇനി സദാരാമയും ഉണ്ടാകും.